ഹലോ, നമ്മൾ മലയാളികൾ പൊതുവെ സൗന്ദര്യത്തെപ്പറ്റിയും അപ്പിയറൻസിനെ പറ്റിയും ഒരുപാട് ബോധേഡാണ്. നമ്മുടെ ചെവിയിൽ കുറച്ച് വാക്സ് ഇരുന്നാലോ അല്പം പഴുപ്പിരുന്നാലോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു വലിയ ധാരണ പലരിലും ഉണ്ട്. അതുകൊണ്ടാകാം പലരും വാക്സ് മാറ്റാൻ വേണ്ടിയിട്ട് സോപ്പിട്ട് കഴുകുക, ഇയർബഡ് ഇട്ട് ചെവി തോണ്ടിയിട്ട് ക്ലീൻ ചെയ്യുക ഒക്കെ ചെയ്യാറ്. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെവി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ENT OPയിൽ ചെവിവേദനയായിട്ട് വരുന്ന രോഗികളിൽ ഒരു 50% കർണപുടത്തിന് പുറത്തുള്ളത്, അതായത് എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേദന ഉണ്ടാകും. അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന വേദന എക്സ്റ്റേണൽ ഓട്ടൈറ്റിസ് ഉണ്ട്. ആ എക്സ്റ്റേണൽ ഓട്ടൈറ്റിസിൽ 50% ചെവിയിൽ കായം മാറ്റുവാനായിട്ടോ ക്ലീൻ ചെയ്യുവാനോ ആയിട്ടോ ഇയർബഡ്സോ അല്ലെങ്കിൽ ചെവിത്തോണ്ടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനമോ തീപ്പെട്ടിക്കോലോ എന്ത് കയ്യിൽ കിട്ടുന്ന ഏതും ഉപയോഗിക്കാറുണ്ട്. കാരണം സ്ലൈഡ്, പിന്നെ കീ ചെയിൻ ഇതൊക്കെ ഇട്ട് ചെവിയിൽ ക്ലീൻ ചെയ്യുകയോ ചൊറിയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ബാക്കി ശരിക്കും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരീരത്തിൽ എല്ലാ ഓർഗൻസും സ്വയം ക്ലീൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചെവിയിലെ കായം, ചെവിയിലെ കർണപടം സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരം ചെവിയുടെ തൊലി ഉണ്ടാക്കുന്ന സാധനമാണ് സെറൂമൻ അഥവാ ചെവിക്കായ എന്ന് നമ്മൾ പറയുന്നത്. ആ ചെവിക്കായ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് അയഞ്ഞിരിക്കും, പിന്നെ അത് കാലം ചെല്ലും തോറും കട്ടിയാകുന്നല്ലോ. അപ്പോൾ ഈ അയഞ്ഞ് ഓരോ ദിവസവും ഉണ്ടാകുമല്ലോ കായം. അപ്പോൾ ഉണ്ടാകുന്നതനുസരിച്ച് തന്നെ ആദ്യം ഉണ്ടായ ചെവിക്കായ ചെവിയുടെ കർണപടത്തിന് അടുത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ള സംവിധാനം ചെവിക്കുള്ളിലുണ്ട്. പിന്നെ നമ്മുടെ സംസാരിക്കുമ്പോഴും വിഴുങ്ങുമ്പോഴും ഈ ചെവിയുടെ ടെമ്പറോമാൻഡിബിൾ ഈ ജോയിൻ്റ്, ഇവിടുത്തെ ജോയിൻ്റ് വെച്ചാൽ താടിയല് തലയോട്ടിയായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സും കുറച്ച് ഈ കായം പുറത്തേക്ക് വരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചെവി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ ബഡ്സ് ഉപയോഗിക്കാനില്ല. ബഡ്സ് സ്വയം ചെവിയിലേക്ക് ബ്ലൈൻഡായിട്ട് കയറ്റുന്നത് പലപ്പോഴും ഇഞ്ചുറി ഉണ്ടാക്കും. ബഡ്സ് നമുക്ക് സ്വയം ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല. വളരെ പവർഫുള്ളായിട്ടിൽ വേറൊരാൾ ചെവിയുടെ ഉൾഭാഗം കണ്ട് ഉപയോഗിക്കാനുള്ള സംഗതിയാണ് ഇയർബഡ്. നമ്മുടെ ചെവിയിൽ സ്വയം ചെവിയിട്ട് വിരലിട്ടാക്കിയാലും ചെവി കനാലിൻ്റെ ഇയർ കനാലിൻ്റെ ഷേപ്പ് മാറുകയാണ്. അത് ശരിക്കും ചെവിയിൽ നിന്ന് നമ്മുടെ സൗണ്ട് വേവ്സ് അകത്ത് പോകാനുള്ള വളരെ കൃത്യമായിട്ട് ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കനാലാണ്. ആ കനാലിൽ കൂടെ വേണം പോകാൻ. അത് ഡിസ്ഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും നമ്മുടെ ബാധിയിൽ ഒന്നും തന്നെ ഇട്ട് സ്വയം ക്ലീൻ ചെയ്യാനുള്ളതല്ല എന്ന് വളരെ എംഫസൈസോടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നന്ദി. ഇനിയും കാണാം അടുത്ത വീഡിയോയിലൂടെ.